Hi friends, welcome back to my channel. ഇന്ന് ഞാൻ ക്യാൻവാസ് ബോർഡുകൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് ഞാൻ കാണിക്കുന്നത്. യൂട്യൂബിലൊക്കെ ഒരുപാട് കാർഡ്ബോർഡ് ഒക്കെ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അതൊന്നും ചെയ്തിട്ട് എനിക്ക് ഏറ്റവും അത്ര പെർഫെക്റ്റ് ആയിട്ട് തോന്നിയിട്ടില്ല, സാറ്റിസ്ഫാക്ഷൻ കിട്ടാത്തൊരു സംഭവമായിരുന്നു. ഇന്ന് ഞാൻ കാലിഗ്രാഫി എഴുതാനും അതുപോലെ തന്നെ നമുക്ക് പെയിൻറ്റിങ്സ് ഒക്കെ ചെയ്യാൻ പറ്റിയ നല്ല ആർട്ടിസ്റ്റുകളൊക്കെ ഉപയോഗിക്കുന്ന രീതിയിലുള്ള ക്യാൻവാസ് ബോർഡുകൾ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നാണെന്ന് കാണിക്കുന്നത്. അതിനാദ്യം പഴയ റീപ്പറുകളുണ്ടാവും, നമ്മൾ ഈ ഫർണിച്ചറൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന വേസ്റ്റ് പീസുകളാണ്. അത് നമുക്ക് ഷോപ്പിലൊക്കെ പോയി ചോദിച്ചാൽ അവിടെ നിന്ന് കിട്ടും. അതല്ലെങ്കിൽ എവിടെയെങ്കിലും ഫർണിച്ചറൊക്കെ ഉണ്ടാക്കുന്ന വീടുകളിലൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ പോയി അന്വേഷിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കൊന്നോ രണ്ടോ ഒക്കെ കിട്ടും. അങ്ങനെ ഞാൻ എൻ്റെ റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ നിന്നും എനിക്ക് കിട്ടുന്ന സ്ഥലത്തു നിന്നും എൻ്റെ വീടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുള്ള റീപ്പറുകളാണിത്. അങ്ങനെ എടുത്തു വെച്ചിട്ടുള്ള റീപ്പറുകൾ നമുക്ക് ആവശ്യമുള്ള സൈസിന് കട്ട് ചെയ്തെടുക്കാം. ആക്സോ ബ്ലേഡ് ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്തെടുക്കാൻ കഴിയും. എന്നിട്ട് ചെറിയ ആണികൾ ഉപയോഗിച്ച് ഇതുപോലെ ഫ്രെയിം ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് തന്നെ അടിച്ച് എടുക്കാവുന്നതേ ഉള്ളൂ. ഇനി വേണ്ടത് ക്യാൻവാസ് ഷീറ്റാണ്. അത് നമുക്ക് മീറ്റർ കണക്കിന് ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടും. ഈ ക്യാൻവാസ് ഷീറ്റിൻ്റെ ഒരു ഭാഗം നല്ല ഗ്ലേസിങ് ഉള്ളതും ഒരു ഭാഗം കുറച്ച് റഫായിട്ടുള്ള ടൈപ്പിലാണ് ഉണ്ടാകുക. അപ്പോൾ ഈ റഫായിട്ടുള്ള ഭാഗത്താണ് നമുക്ക് പെയിൻറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഫ്രെയിമിൻ്റെ ഉള്ളിലേക്ക് ഇത് വരണം, ഈ ഗ്ലേസിങ് ഉള്ള ഭാഗവും വരണം. ഇനി നമുക്ക് വേണ്ടത് സ്റ്റാപ്പിൾ ഗണ്ണാണ് കേട്ടോ. ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ ഈ ഗണ്ണ് വെച്ചിട്ട് നമ്മൾ പിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇത് നല്ല സ്ട്രോങ് ആയിട്ടിരിക്കും. ഇതിന് 800 രൂപയ്ക്കാണ് വില വരുന്നത് എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഇത് എനിക്ക് എൻ്റെ ബ്രദർ ഗിഫ്റ്റ് ചെയ്തതാണ്. ഇതുപോലെ ഒന്ന് പതുക്കെ പ്രസ് ചെയ്ത് കൊടുത്താൽ ഇതിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ പിന്നുണ്ടാവും. ഇതിപ്പോൾ ഞാൻ കുറേ പിന്നുകൾ അടിച്ചതിന് ശേഷമുള്ള ബാക്കിയുള്ള പീസാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡിൽ കൂടെ ഇങ്ങനെ ഉള്ളിലോട്ട് ഇൻസെർട്ട് ചെയ്യാം. ഇനി ഈ സ്പ്രിങ് പതുക്കെ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്ന് അതിൻ്റെ ഉള്ളിൽ ലോഡായിട്ടുണ്ടാവും. ഈ പിന്ന് ശരിക്കും വുഡിൽ അടിച്ചു കഴിഞ്ഞാൽ നമുക്കത് പിന്നെ ഇങ്ങോട്ട് പറിച്ചെടുക്കാൻ വളരെ പ്രയാസമാണ്. അത്രയ്ക്ക് ഇതാണ്, കണ്ടോ, അത്രയ്ക്ക് ഭയങ്കര ഹാർഡായിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ശരിക്കും കയറിപ്പോവും. അതുപോലെ തന്നെയാണ് നമ്മൾ ഈ ക്യാൻവാസ് ഷീറ്റ് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് പറിച്ചെടുക്കാൻ കുറച്ച് പ്രയാസമായിരിക്കും. അപ്പോൾ നമ്മൾ വെക്കുന്ന സമയത്ത് ശരിക്കും ശ്രദ്ധിച്ചിട്ട് നല്ലോണം വലിച്ച് നല്ല ടൈറ്റാക്കിയിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ ഫ്രെയിം വെക്കുമ്പം 4 വശത്തും ഒരേപോലെ ക്യാൻവാസ് ഷീറ്റ് ഒരു 2 ഇഞ്ച് വീതിയിൽ എക്സ്ട്രാ ഇടണം. എന്നിട്ട് 2 സൈഡും ഫസ്റ്റ് പിൻ ചെയ്ത് വെക്കുക. ജസ്റ്റ് ഒന്ന് അത് നന്നായിട്ട് വലിച്ചിട്ട് വേണം ചെയ്യാൻ. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ ഫ്രെയിമിൻ്റെ മറ്റേ 2 സൈഡിലും അതുപോലെ തന്നെ പിൻ ചെയ്ത് കൊടുക്കാം. നമ്മൾ ഈ ക്യാൻവാസ് ഷീറ്റ് എത്രത്തോളം ടൈറ്റാക്കി വലിച്ചു കൊടുക്കുന്നുണ്ടോ അതിനനുസരിച്ചായിരിക്കും നമ്മുടെ ക്യാൻവാസ് ഷീറ്റിൻ്റെ പെർഫെക്ഷന്. അത് ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കാം. മാക്സിമം ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ട് വേണം നമ്മൾ പിന്നടിക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ പിന്നെ അഴിച്ച് കളയാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടാകും. ചിലപ്പോൾ ക്യാൻവാസ് ഷീറ്റ് കീറാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ചിലരെങ്കിലും ചിന്തിക്കുന്നുണ്ടാവും ഈ സ്റ്റാപ്പിൾ ഗണ്ണ് വാങ്ങണമെങ്കിൽ അത്യാവശ്യം പൈസ ആവുന്നില്ലേ, പിന്നെ അതിലെന്താ ലാഭം എന്നുള്ളത്. ഒരു 800-850 രൂപയ്ക്കാണ് ഇതിന് വില വരുന്നതെങ്കിൽ നമ്മളിപ്പോൾ വലിയൊരു 4 ക്യാൻവാസ് ബോർഡ് ഷോപ്പിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ എന്തായാലും 1000-ൽ പുറത്ത് അതെന്തായാലും വലിയൊരു സൈസിലുള്ള ക്യാൻവാസ് ബോർഡ് വാങ്ങുകയാണെങ്കിൽ ഇതാകുമ്പോൾ നമുക്ക് ഒരുപാട് ബോർഡുകൾ ഉണ്ടാക്കാം. കാരണം ഈ സ്റ്റാപ്പിൾ ഗണ്ണിൻ്റെ ഒരു പാക്കറ്റ് നിറയെ പിന്നുകളുണ്ടാകും. അത് വെച്ചിട്ട് നമുക്കൊരു 10-25 ബോർഡ് എന്തായാലും മാക്സിമം നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി കഴിയും. അപ്പോൾ നമുക്ക് ഒരുപാട് ലാഭമാണിത്. ഒരുപാട് ആർട്ടിസ്റ്റുകളായിട്ടുള്ള ആളുകൾ ഇതുപോലുള്ള ക്യാൻവാസ് ബോർഡുകളാണ് യൂസ് ചെയ്യാറ്. നമ്മൾ ഇൻസ്റ്റാഗ്രാം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കാണാം അതിൽ ഇതുപോലുള്ള ക്യാൻവാസ് ബോർഡിലാണ് മിക്ക പെയിൻറ്റിങ്ങും ചെയ്തിട്ടുണ്ടാകുക. ഇതാകുമ്പോൾ നമുക്ക് പ്രത്യേകം ഫ്രെയിം ചെയ്യേണ്ട ആവശ്യമില്ല. ഫ്രെയിമിങ്ങിനൊരു ആവശ്യമേ ഇതിൽ വരുന്നില്ല. ഒരു നല്ലൊരു ബോർഡായിട്ട് നമുക്ക് പിന്നെ വാളിൽ ഹാങ് ചെയ്ത് വെക്കാൻ വേണ്ടി സാധിക്കും. പ്രത്യേകിച്ച് ഹൂക്സിൻ്റെ ആവശ്യം അതും ഇല്ല. ഇതൊക്കെ ഞാൻ ഇതുപോലെ വലിയ ബോർഡ് വെച്ച് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ നടുവിലൊരു റീപ്പർ കൊടുത്തിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ നമുക്ക് പ്ലൈവുഡിൻ്റെ പീസൊക്കെ ഉണ്ടെങ്കിൽ അതിലും ഇതുപോലെ ഫെവിക്കോളൊക്കെ വെച്ചിട്ടോ അല്ലെങ്കിൽ ഈ ഗണ്ണ് ഉപയോഗിച്ചിട്ടോ അങ്ങനെയൊക്കെ ചെയ്യാം. കാർഡ്ബോർഡൊക്കെ യൂസ് ചെയ്യുന്നതിനേക്കാൾ എത്രയും നല്ലത് ഈ വുഡുകൾ ഉപയോഗിച്ചിട്ട് തന്നെ ചെയ്യുന്നതാണ്. ഹോം സെൻറ്ററിലൊക്കെ പോയ സമയത്ത് ഇതുപോലുള്ള ക്യാൻവാസ് ബോർഡിലാണ് അവിടെയുള്ള പിക്ചേഴ്സൊക്കെ ഞാൻ വരച്ച് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് ചിത്രം വരയ്ക്കുന്നവർക്കും ക്യാൻവാസ് ബോർഡുകളൊക്കെ വാങ്ങുന്ന ആളുകൾക്കൊക്കെ ഇത് കുറച്ചുകൂടെ നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.